അതെ, ദൂരദേശത്ത് ജോലി ചെയ്യുന്ന മക്കൾ അവര് നല്ല ശമ്പളത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. വീട്ടിലേക്ക് നല്ല ഭീമമായ തുക അയച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ജോലിക്കാരിയെ നിർത്തിയിട്ടുണ്ട്. എപ്പോഴൊക്കെ ഒരു വളരെ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ വരുന്നുണ്ട്. അതായത് 1-2 ആഴ്ചയല്ലേ അവർക്ക് ലീവ് കിട്ടുള്ളൂ. പക്ഷേ നാട്ടിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു മകനോ മകളോ എക്സ്ട്രാ അവരുടെ അടുത്ത് വന്ന് അവരെ പരിചരിക്കുകയും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളപ്പോൾ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ ദൂരദേശത്ത് കിടക്കുന്ന മക്കൾക്ക് അവരുടെ ആവലാതി അവർക്കേ അറിയുള്ളൂ. അവരെങ്ങനെയാണ് ജോലി വിട്ടിട്ട് എപ്പോഴും അച്ഛനെയും അമ്മയും പരിചരിക്കാൻ വരാൻ പറ്റുക? അത് ഇംപ്രാക്ടിക്കൽ അല്ലേ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ജസ്റ്റ് ബിക്കോസ് അവിടെ നാട്ടിൽ നിൽക്കുന്നവർ വരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ അവിടെ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കാണ് കൂടുതൽ തരേണ്ടതെന്ന് പറയുന്നത് ന്യായമാണ്? അതായത് സ്വത്തിൻ്റെ കാര്യം തന്നെ. 3 പേരാണെങ്കിൽ അല്ലെങ്കിൽ 4 പേരാണെങ്കിൽ ആ 4 പേരും എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ആ വീട്ടിലേക്ക് ഉണ്ടാവില്ലേ? നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ, നാട്ടിൽ നിൽക്കുന്നവരുടെ കോൺട്രിബ്യൂഷൻ പ്രസൻസ് ആയിരിക്കാം. നിങ്ങളുടെ അച്ഛനെയും അമ്മയല്ലേ നിങ്ങൾ നോക്കുന്നത്. അതിന് നിങ്ങളുടെ സിബ്ലിങ്സ് നിങ്ങൾക്ക് എന്താ പറയുക, ഏറ്റക്കുറച്ചിലില്ലാതെ നോക്കണം. അങ്ങനെ തരുന്നുണ്ടെങ്കിൽ, അതായത് സ്വത്തിൽ തരുന്നുണ്ടെങ്കിൽ എടുത്തോളൂ. അതർവൈസ് ഡോണ്ട് ഡിമാൻഡ്. ഇറ്റ് ലുക്സ് വെരി വെരി ചീപ്പ്. ഓക്കെ.